ആദ്യമായി മട്ടൻ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി മട്ടൻ നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി 1.5 കിലോഗ്രാം മട്ടനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മട്ടൻ എടുക്കുമ്പോൾ കുറച്ച് വലിയ പീസായി തന്നെ എടുക്കാൻ ശ്രമിക്കുക ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു 15 പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് മല്ലിയില അരിഞ്ഞതും 1/4 കപ്പ് പുതിനയില അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചേർത്തതിന് ശേഷം കൈ ഉപയോഗിച്ച് നന്നായി ഇതൊന്ന് തിരുമ്മി ആ മട്ടനിൽ മസാലയെല്ലാം നന്നായി പിടിക്കുന്ന വിധത്തിൽ കുറച്ച് സമയമെടുത്തൊന്ന് തിരുമ്മി യോജിപ്പിക്കുക. ആ തിരുമ്മി യോജിപ്പിക്കുമ്പോൾ തന്നെ നമുക്കറിയാം മസാലയൊക്കെ നല്ല മണം നമുക്ക് അറിയാൻ കഴിയും. ഇവ നന്നായി തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ സമയം ഇത് റെസ്റ്റ് ചെയ്യാനായി വേണ്ടി മാറ്റിവെക്കാം. ആ സമയം കൊണ്ട് മസാലയെല്ലാം മട്ടനിലേക്ക് നന്നായി പിടിച്ചു വരും. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തയ്യാറാക്കിയെടുക്കാം. കട്ടിയുള്ള ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും 1/4 കപ്പ് ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് തന്നെ മുഴുവനായി യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യും ഒരു 1/4 കപ്പ് ഓയിലുമാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് ഫ്രൈ ചെയ്യേണ്ട കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായി ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത് 2 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞതാണ്. ഇത് നല്ല നേർമയായി തന്നെ അരിഞ്ഞെടുക്കണം. എങ്കിലേ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ബിരിയാണിയുടെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ സവാള ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ സവാളയുടെ കളറെല്ലാം ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ആ ഉള്ളി ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ക്രിസ്പിയായി കിട്ടും. അതിനുള്ളൊരു ടിപ്പാണ് ഈ പഞ്ചസാര ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഉള്ളിയെല്ലാം ആവശ്യത്തിന് ഗോൾഡൻ ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. പ്ലേറ്റിലേക്ക് ചേർക്കുന്ന സമയത്ത് നിങ്ങളതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക, ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ക്രിസ്പിനെസ് കുറവായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിൻ്റെ പീസുകൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയ കളർ മാറി തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുക. ഇവ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇപ്പോൾ ഫ്രൈ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മസാല ഉണ്ടാക്കി തുടങ്ങാം. ഇതിനു വേണ്ടി ഇതേ ഓയിലിലേക്ക് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാനൊരു 7 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള ഒന്ന് വാടി വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതധികം ഗോൾഡൻ ബ്രൗൺ കളറൊന്നായി മാറേണ്ട കാര്യമില്ല. കാരണം മട്ടൻ ഇതിൽ കിടന്ന് കുക്കാവുന്ന സമയം കൊണ്ട് ഉള്ളിയും നന്നായി കുക്കായി കിട്ടുന്നതാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് 2 വലിയ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഈ തക്കാളി ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടി ഒരു 2 മിനിറ്റ് സമയം ഞാനിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ സവാളയും തക്കാളിയും എല്ലാം ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മട്ടൻ്റെ പീസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മട്ടൻ്റെ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് ഇളക്കി യോജിപ്പിക്കാൻ ശ്രമിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മട്ടനിൽ നിന്ന് അധികം വെള്ളം ഇറങ്ങി വരാത്തത് കൊണ്ട് ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം ഇത് തിളച്ചതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഇടയ്ക്ക് ഒന്ന് മൂടി തുറന്നതിന് ശേഷം ഇളക്കി കൊടുക്കുക. നിങ്ങൾക്കിത് കുക്കറിൽ വെച്ച് മട്ടൻ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്, എങ്കിൽ പെട്ടെന്ന് കുക്കായി കിട്ടും. ഇതിപ്പോൾ ഒരു 45-50 മിനിറ്റ് സമയമെങ്കിലും വേണം ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ. ഇപ്പോൾ നമ്മുടെ മട്ടൻ മസാലയെല്ലാം ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ഏലക്കായും 2 പട്ടയുടെ കഷ്ണങ്ങളും 6 ഗ്രാമ്പുവും ബേ ലീഫും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റിൻ്റെ കഷ്ണങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് 5 കപ്പ് അരിയാണ്. നന്നായി കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം വാർത്ത് ഇതിലേക്ക് ചേർത്തിരിക്കുകയാണ്. ഇതൊന്ന് 2 മിനിറ്റ് സമയം ഒന്ന് വറുത്തെടുക്കുക നന്നായി. അതിനുശേഷം ഇതിലേക്ക് ഒരു 9 കപ്പ് വെള്ളം, നല്ല ചൂട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് എടുക്കാറ്. പക്ഷേ ഇത് 5 കപ്പ് അരി ഉള്ളത് കൊണ്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം കുറച്ചാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ദം ബിരിയാണി ആയതുകൊണ്ട് ദമ്മിടുന്ന സമയത്തും ചോറ് അതിൽ കിടന്നൊന്ന് വേവുന്നതാണ്. അതുകൊണ്ടാണ് 1 ഗ്ലാസ് വെള്ളം കുറച്ച് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ലോയിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ മസാലയിലേക്ക് നമ്മൾക്ക് ദം ചെയ്യാൻ വേണ്ടി മാറ്റാവുന്നതാണ്. ചോറ് ഓരോ ലെയറായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചോറ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം കട്ടയൊന്നും ഇല്ലാതെ നല്ല ചോറായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ആ കുടഞ്ഞ് തന്നെ അതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ 1 ലെയർ ചോറ് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയിൽ പാലും ചേർത്ത് കലക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്, മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി. അതിലേക്ക് കുറച്ച് ഗരം മസാല തൂവി കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില അരിഞ്ഞതും ഫ്രൈഡ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും പിന്നെ കാഷ്യൂ നട്ടും മുന്തിരിയും എല്ലാം ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിൽ ഞാൻ കുറച്ച് കുങ്കുമപ്പൂവും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ചോറും കൂടി ലെയറായിട്ട് നിരത്തി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആ ചോറ് കണ്ടാൽ തന്നെ അറിയാം, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറാണിത്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കൈമ റൈസാണ്. അതിനുശേഷം ബാക്കിയുള്ള ആ മഞ്ഞളിൻ്റെ ലായനിയും ഗരം മസാലയും
മല്ലിയിലയും എല്ലാം വെച്ച് ബാക്കി ചോറിന് മുകളിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നുകിൽ ഒരു മൈദയുടെ ഇതുണ്ടാക്കിയിട്ട് മൈദ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചിട്ട് ചെമ്പിൻ്റെ അറ്റത്ത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആ പാത്രത്തിൻ്റെ മൂടി ഒട്ടിച്ചുകൊണ്ട് ദം ചെയ്തെടുക്കാം. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഒരു ഫോയിൽ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ദം ചെയ്യാൻ വേണ്ടി മൂടി വെക്കുന്നത്. ഫോയിൽ പേപ്പർ എടുത്തിട്ട് കവർ ചെയ്തെടുക്കുക. അതിനുശേഷം അതിന് മുകളിൽ മൂടി കവർ ചെയ്ത് വെക്കുക. അങ്ങനെയാവുമ്പോൾ ആവിയൊന്നും പുറത്തേക്ക് പോവാതെ നമ്മൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദം ചെയ്ത ബിരിയാണി ലഭിക്കുന്നതാണ്. ഫോയിൽ കൊണ്ട് നന്നായി കവർ ചെയ്തതിന് ശേഷം മൂടി വെച്ച് കവർ ചെയ്തിട്ടുണ്ട്.